അങ്ങനെ സിബിൻ വന്നിരിക്കുന്നു ഗായ്സ്, സിബിൻ വന്നിരിക്കുന്നു. അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുറത്തോട്ട് പോകുന്നതിൻ്റെ കാരണം എൻ്റേതല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ. നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു. ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല. ഇല്ല, ഞാൻ ക്ലിക്ക് ചെയ്തതല്ല. ഇരിച്ചതല്ല അല്ലല്ലേ. പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നോ? നമുക്ക് ഇനി സംസാരിക്കാം. കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നതല്ല നല്ലത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ക്വിറ്റ് ചെയ്തതല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നൊരു കുറച്ച് നേരത്തേക്ക് പുറത്തോട്ടൊന്ന് വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം വിചാരിച്ചത്. ഇതുപോലെ മണിക്കുട്ടന് സംഭവിച്ചിട്ടുള്ളതാണല്ലോ. മണിക്കുട്ടന് സംഭവിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ടുള്ളതാണ്. ഇത് പിന്നെ എന്ത് പറ്റിയെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. നോ ഐഡിയ. ചിലപ്പോൾ പുറത്തെ കാര്യങ്ങളെല്ലാം ഒന്നാമത് തന്നെ പേരുദോഷവും കൂടുതലാണ്. പുറത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇനി സിബിൻ എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാണെന്നുള്ള രീതിയിലാവാം. പിന്നെ ബിഗ് ബോസ് അല്ലല്ലോ തീരുമാനിക്കുന്നത്, അവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്. ബിഗ് ബോസ് ആ സൗണ്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലാലേട്ടനും ബിഗ് ബോസും അവർക്ക് ആ റോളേ ഉള്ളൂ. മെയിനായിട്ട് കുറേ ആൾക്കാരുണ്ട്, അവരാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് ബാക്കി ക്ലിപ്പ് കണ്ടു നോക്കാം. ഞാൻ നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ. നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ. ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയം ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നു. എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യം, അദ്ദേഹം എന്റർടൈനർ ആയിരുന്നു. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട, പുറത്ത് നല്ല നെഗറ്റീവായി കാണാൻ ലാൽ സാർ അങ്ങനെ വന്നിട്ട് ചിലപ്പം മോശലി കാണാം. അത്രയും സിബിൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നല്ല എൻ്റർടൈനറാണ് പുള്ളി. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള കാര്യം അത് പുറത്ത് വേറെ രീതി പോയി എന്നുള്ള ഉണ്ടായിരിക്കാം ചിലപ്പം അങ്ങനൊരു ഇതുണ്ടായത്. നമ്മൾ കണ്ടതാണല്ലോ. നമുക്ക് ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ഞാൻ നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ. നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ. ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയം പോകും. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നു. എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാൽ സാറ് വന്നിട്ട് സത്യത്തിൽ പുള്ളിക്ക് വലിയൊരു അടി കിട്ടിയത് സത്യം പറയാലോ. പോട്ടെ, എന്തായാലും സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഭവമുണ്ട്, അത് കളഞ്ഞു വിളിച്ചില്ലല്ലോ. നിങ്ങൾ കൊള്ളാം ബ്രോ. ജാസ്മിനും ഗബ്രിയെയും കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കേട്ട സത്യത്തിൽ തിരിച്ചു പറയും. അത് എങ്ങനെ ഗെയിം നമ്മൾ കണ്ടോ അതുപോലെ തന്നെ ആ മറുപടി പറയുകയും ചെയ്ത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു. അത് അവിടെ വെച്ചിട്ട് അല്ലെ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ്. അവിടെയും ഗബ്രിയും ജാസ്മിനെ നാട്ടിച്ച് വിട്ടു. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. ഓക്കെ, എന്തായാലും സിബിൻ ബ്രോയെ കാണാൻ പറ്റി. നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളി വന്നത്. ഫാമിലിയും കണ്ട് സന്തോഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവം പിടിച്ചുകൊണ്ട് സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവൻ എന്തായാലും വീട്ടിൽ നിന്ന് പോയതിൻ്റെ നമുക്കൊരു വിഷമമുണ്ട്. ഇനി ആ ഇച്ചിരി ഇതായിട്ട് തോന്നുന്ന ജിൻഡോ അവരൊക്കെയാണ് നമുക്ക് കൂടുതലും പ്രതീക്ഷ. എന്തായാലും സെറ്റായി വരട്ടെ ഗൈസ് അല്ലേ. അപ്പം നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതൽ റിവ്യൂസാണ് ചെയ്യുന്നത്. പിന്നെ സിബിൻ്റെ ആയതുകൊണ്ട് നമ്മളിടുന്നു. ഓക്കെ, ബൈ.